പൊതുവിദ്യാലയങ്ങളിൽ മാത്രമായിട്ട് മതപഠനം നടത്തണം. ഇന്ന് ഇപ്പോൾ കേരളത്തിലാണെങ്കിലും മറ്റ് സ്ഥലങ്ങളിലായാലും ഒക്കെ മതപഠനം എന്ന് പറയുന്നത് സ്വകാര്യ സംഘടനകൾ നടത്തുന്ന ഏർപ്പാടാണ്. അത് ഏറ്റവും കൂടുതലുള്ളത് ന്യൂനപക്ഷ സമുദായങ്ങൾക്കകത്താണ്. മുസ്ലിങ്ങൾക്ക് അവരുടെ മതപാഠശാലകളുണ്ട്, ക്രൈസ്തവർക്ക് അവരുടെ സൺഡേ സ്കൂളുകളുണ്ട്, അല്ലെങ്കിൽ വേറെ മതപാഠശാലകളുണ്ട്. ഹിന്ദുക്കൾക്ക് നേരത്തെ ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ അവരും അത് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ സ്വകാര്യ വ്യക്തികളോ സ്വകാര്യ സംഘടനകളോ കുട്ടികൾക്ക് മതപഠനം നടത്തുമ്പോൾ ആ കുട്ടികൾ വളരുന്നത് തങ്ങളുടെ മതം, ഏത് സമുദായത്തിൽപ്പെട്ട കുട്ടിയാണോ ആ സമുദായം നടത്തുന്ന മദ്രസയിലോ മതപാഠശാലയിലോ പഠിക്കുന്ന കുട്ടി വളരുന്നത് തൻ്റെ മതം മാത്രമാണ് ശരി എന്ന കാഴ്ചപ്പാടോടുകൂടിയാണ്, തൻ്റെ മതം മാത്രമാണ് ശ്രേഷ്ഠം എന്ന കാഴ്ചപ്പാടോടുകൂടിയാണ്. അതിന് പകരം മതവിദ്യാഭ്യാസം എന്നത് പൊതുവിദ്യാലയങ്ങളിലെ സിലബസിൻ്റെ ഭാഗമാക്കണം. പൊതുവിദ്യാലയങ്ങളിലെ സിലബസിൻ്റെ ഭാഗമാക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തെക്കുറിച്ച് പഠിപ്പിക്കുക എന്നല്ല. എല്ലാ മതങ്ങളെക്കുറിച്ചും സാമാന്യമായ ജ്ഞാനം നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നൽകുക. മതങ്ങൾ എങ്ങനെ ആവിർഭവിച്ചു, ഓരോ മതങ്ങളും പഠിപ്പിക്കുന്നത് എന്താണ് എന്ന കാര്യം കുട്ടികളെ ബോധിപ്പിക്കുക. ഓരോ മതങ്ങളും മുന്നോട്ട് വെക്കുന്ന മൂല്യങ്ങൾ എന്താണ് എന്ന് കുട്ടികളെ പഠിപ്പിക്കുക. എല്ലാ മതങ്ങളും മുന്നോട്ട് വെക്കുന്ന മൂല്യങ്ങൾ ഒന്നാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. എല്ലാ മതങ്ങളുടെയും മൂല്യവ്യവസ്ഥ ഒന്നാണ്. മതങ്ങളുടെ അനുഷ്ഠാന വ്യവസ്ഥകളിൽ മാത്രമാണ് മാറ്റമുള്ളത്, ആചാരങ്ങളിൽ മാത്രമാണ് മാറ്റമുള്ളത്. ഹിന്ദുമതവും ക്രിസ്തുമതവും സിഖ് മതവും ഇസ്ലാം മതവും മറ്റെല്ലാ മതങ്ങളും സത്യം, നീതി, കരുണ, സാഹോദര്യം, സഹിഷ്ണുത തുടങ്ങിയ മൂല്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. എല്ലാ മതങ്ങളും ഒരേ മൂല്യങ്ങളാണ് പഠിപ്പിക്കുന്നത് എന്ന് കുട്ടികൾക്ക് മനസ്സിലാകുമ്പോൾ മതങ്ങൾ തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല, മതങ്ങളുടെ പേരിൽ തങ്ങൾ ഇങ്ങനെ ശണ്ട കൂടേണ്ടതില്ല എന്ന ഒരു അവബോധം സൃഷ്ടിക്കപ്പെടും. ഇതൊരു ഐഡിയലായിട്ടുള്ള ഒരു നിർദ്ദേശമാണ്, പക്ഷെ കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല എന്നുള്ള അർത്ഥം. ഒരു 50 കൊല്ലങ്ങൾ കൊണ്ടാണ് കേരളത്തിലുള്ള വിദ്യാഭ്യാസത്തെ പിടിച്ച് പിന്നോട്ട് വലിച്ചത്. ഞാൻ എൻ്റെ ഗുരു എന്ന കുട്ടിയോട് പറയുകയാണ്, നമ്മുടെ സ്കൂളുകൾ നോക്കിക്കോ, മുസ്ലിം മതസംഘടനകൾ നടത്തുന്ന സ്കൂൾ, ക്രൈസ്തവ സംഘടനകൾ നടത്തുന്ന സ്കൂൾ, ഇപ്പോഴിതാ ഹൈന്ദവ സംഘടനകളുടെ സ്കൂളുകൾ കേരളത്തെ എത്രയോ പിന്നോട്ടേക്ക് വലിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളത്. അതെന്തുകൊണ്ടാണ്? ഇവിടുത്തെ രക്ഷകർത്താക്കൾക്ക് മതപരമായ വിദ്യാഭ്യാസത്തോടു കൂടിയുള്ള വിദ്യാഭ്യാസം വേണം, ഭൗതിക വിദ്യാഭ്യാസം വേണം എന്നുള്ളത്. ആദ്യം ഈ രക്ഷകർത്താക്കളെ ഏതെങ്കിലും പാഠശാലയിലേക്ക് പറഞ്ഞയക്കണം എന്നർത്ഥം.